എല്ലാവർക്കും DS കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചപ്പാത്തിക്കും പൂരിക്കും എല്ലാം എടുക്കാൻ പറ്റിയ ഒരു സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു വെള്ളക്കടല കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. എന്ന റെസിപ്പിയിലേക്ക് പോകാം. കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതൊന്ന് ചൂടായി വന്നതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഒരു 1/4 ടീസ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതെല്ലാം ഇട്ട് കൊടുക്കേണ്ടത്. അതെല്ലാം ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 1/4 ടീസ്പൂൺ ജീരകവും കൂടി ഇട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഒരു സവാള ചെറുതായി മുറിച്ചതാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതുകൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ വഴറ്റിയെടുക്കുന്നത്. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണോളം മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മോദകം പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടികളെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായി വഴറ്റിയെടുക്കണം. പൊടികളെല്ലാം ചേർത്ത് ഒന്ന് റോസ്റ്റാക്കി എടുക്കണം. എണ്ണ തെളിയുന്നത് വരെ ഒന്ന് റോസ്റ്റാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടി ഇതിൽ 2 ടീസ്പൂണോളം കടലപ്പൊടി വെള്ളത്തിൽ കലക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് നന്നായി മൂപ്പിച്ചെടുക്കണം. കറിക്കൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് അത് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അതൊന്ന് എണ്ണ തെളിയുന്നത് വരെ നമുക്കത് ചെയ്തെടുക്കാം. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ വെള്ളക്കടലയാണ്. വെള്ളക്കടല തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ച് രാവിലെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് ഒരു പകുതി സവാളയും പാകത്തിന് ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ വേവിച്ചെടുത്തതാണ്. വെള്ളക്കടല നല്ലതുപോലെ വെന്ത് വരണം. അപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ കടലമാവ് ഇല്ലെങ്കിൽ ഈ വെന്ത കടല എടുത്ത് 2 ടേബിൾ സ്പൂൺ എടുത്ത് അരച്ച് ചേർത്താൽ മതി. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി സെറ്റാക്കി എടുക്കണം. ഇത് നല്ലതുപോലെ കുറുകി വരുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. കറിയെല്ലാം നല്ലതുപോലെ തിളച്ച് സെറ്റായി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയിലയും കസൂരി മേത്തി പൊടിച്ചെടുത്തതും നമ്മളിത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമായും ഇട്ട് കൊടുക്കണം. അതാണ് ഈ കറിയുടെ ടേസ്റ്റ് കൂട്ടുന്നത്. അപ്പം അത് ചെയ്തെടുക്കാം. നമ്മൾ കടല വേവിക്കുമ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. സവാള വഴറ്റുമ്പോഴും ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പെല്ലാം ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു കഷ്ണം ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ലാസ്റ്റാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ കറിക്ക് ലാസ്റ്റ് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്കും പൂരിക്കും എല്ലാം പറ്റിയ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒരു തവണ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എന്നാൽ അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.